കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കഴിഞ്ഞ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തൃശൂർ ജില്ലയിലെ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി ടി.ആർ, തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹൻ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. പഞ്ചായത്തിനെ കുറിച്ച് വിവരിക്കാൻ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ഷോബി ടി.ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ഷോബി. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന കാലയളവിൽ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അതിൽ കായകൽപ്പ പുരസ്കാരം, നിർമ്മൽ പുരസ്കാരം എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മികവിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഇപ്പോഴും അത് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു ഉണ്ട്. മാത്രമല്ല, ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഞങ്ങൾക്ക് ഈ വികസനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചകൾ, അംഗീകാരങ്ങളുടെ തുടർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ എല്ലാ പദ്ധതികളും ഏറ്റെടുക്കുന്ന നല്ലൊരു സാമാന്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത്തരം പുതിയ പദ്ധതികളായാലും ഒക്കെ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതികളെ ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും ഭരണസമിതിയുടെ ഒപ്പം നിൽക്കാൻ വേലൂരിലെ ആബാലവൃദ്ധം ജനങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പുതിയ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ ഗ്രാമങ്ങളും നഗരവൽക്കരണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അത്തരം പരിപാടികൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ തന്നെ ജനത്തിന്റെ മുഴുവൻ പിന്തുണയും സഹകരണവും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളാണ് നിങ്ങൾ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണിത്. ആരോഗ്യ മേഖലയിൽ നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് വർഷങ്ങളോളമായി അത് തുടർച്ചയായി നമ്മൾ നേടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന്റെ എല്ലാവിധ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് എൻകോസ്, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്കീം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ദേശീയ നിലവാരത്തിലുള്ള ആശുപത്രികളിൽ ഒന്നായി വേലൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ലൊരു അന്തരീക്ഷം അവിടെ ഒരുക്കാൻ സാധിച്ചിരിക്കുന്നു. നല്ല രോഗി പരിചരണം നമുക്ക് നൽകാൻ സാധിച്ചിരിക്കുന്നു. രോഗി സൗഹൃദ ഒരു ആശുപത്രി എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഇന്ന് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും അതിനോടനുബന്ധിച്ചുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. ഈ ആശുപത്രികളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നതോടുകൂടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം അത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഉയർത്തപ്പെട്ടു. നമ്മളെ ഈ മണ്ഡലത്തിലെ തന്നെ ആദ്യത്തെ ആർദ്ര മിഷൻ ഹോസ്പിറ്റലായി നമുക്കതിനെ ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെ നമുക്ക് രോഗികൾക്ക് ഇരിക്കാനുള്ള നല്ലൊരു ഏരിയ നമുക്ക് അവർക്ക് നല്ല സൗഹൃദാന്തരീക്ഷം ഒരുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ലാബ്, അതുപോലെ തന്നെ പ്രീ അസസ്മെന്റ് റൂമുകൾ, രോഗികളെ പരിശോധിക്കാൻ വേണ്ടിയുള്ള വളരെ നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നമുക്ക് ഫിറ്റ്നസ് സെന്ററുകൾ, വനിതാ ഫിറ്റ്നസ് സെന്റർ അത്തരത്തിൽ ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമായി അതിന്റെ ഭൗതിക സാഹചര്യങ്ങളിലും സർവീസ് മേഖലകളിലും ഒക്കെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ കീഴിൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ ലീഗൽ ഗാർഡിയൻ പഞ്ചായത്ത് എന്ന ഒരു ബഹുമതി കൂടി ഒരു പഞ്ചായത്ത് നേടിയിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ഭിന്നശേഷി കുട്ടികൾക്കായാലും തന്നെ സ്കോളർഷിപ്പുകളും അവർക്കായുള്ള ഉപകരണങ്ങളും അവരെ കായിക രംഗത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടും കൃഷിയിലേക്കും എല്ലാം തന്നെ അവരെ കൂടുതൽ മുന്നോട്ട് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നത്. ഇപ്പോൾ ഈ ഒരു പുരസ്കാരവും ഇതിനെ മറ്റു പ്രവർത്തനങ്ങളെയും എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? നമ്മള് ഇവിടെ ഗ്രാമസഭകള്, ഭിന്നശേഷി ഗ്രാമസഭകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലുള്ള ആളുകളെ നമ്മൾ എപ്പോഴും സന്ദർശിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അവര് നേരിടുന്ന പ്രശ്നം ലീഗൽ ഗാർഡിയൻഷിപ്പ് നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ചേരുന്നതിന്, അവരുടെ ഭൂമികൾ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികൾ ഈ മേഖലയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വേലൂർ പഞ്ചായത്തിൽ നമ്മളൊരു സർവേ നടത്തുകയും ലീഗൽ ഗാർഡിയൻഷിപ്പിലേക്ക് അത്തരത്തിലുള്ള ഗാർഡിയൻഷിപ്പ് ഇല്ലാത്ത ആളുകളുടെ ലിസ്റ്റ് എടുക്കുകയും ആ ലിസ്റ്റ് നമ്മുടെ കളക്ടർക്ക് നൽകുകയും അവിടെ നിന്ന് കളക്ടറുടെ സമിതി ഇത് ഈ ലീഗൽ ഗാർഡിയൻഷിപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൽകാൻ വേണ്ടിയിട്ട്
ജില്ലാ തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പലപ്പോഴും മാസങ്ങളോളൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെയാണ് ജില്ലാ തലത്തിൽ കൂടാറുള്ളത്. അത് കളക്ടറെ പ്രത്യേക പരിഗണന വെച്ച് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ അത് സിറ്റിംഗ് നടത്തുകയും നമ്മൾ സർവേ നടത്തി, അത് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ വഴി, അത് ആശാ വർക്കർമാർ വഴി, അംഗൻവാടി ടീച്ചേഴ്സ് വഴി ഒക്കെ തന്നെ അവരുടെ സംഘടനകൾ വഴിയൊക്കെ തന്നെ നമ്മൾ അതിന്റെ സർവേ നടത്തി. പിന്നെ അവരുടെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, അതൊക്കെ വഴി സർവേ നടത്തി. മറ്റൊന്ന്, നമ്മളത് പത്രങ്ങളിലൂടെയൊക്കെ നിർദ്ദേശങ്ങൾ നൽകി അവരുടെ ലിസ്റ്റ് എടുത്ത് ആ ലിസ്റ്റിന്റെ എല്ലാ രേഖകളടക്കം നമ്മൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. അവിടുന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇവിടെ സിറ്റിംഗ് നടത്തി. അങ്ങനെ വേറൊരു പഞ്ചായത്തിന് സമ്പൂർണ്ണ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്തായി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചു. അത്തരം മേഖലയിൽ തീർച്ചയായിട്ടും അഭിമാനകരവും അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് മാതൃകയാകാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് പഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വയോജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്? ഇവർക്കായുള്ള വയോജനോത്സവം പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് എന്നറിയുന്നു. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും വീടുകളിൽ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുണ്ട് വീടുകളിൽ സന്ദർശിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകളിലൊക്കെ തന്നെ വയോജനങ്ങളുടെ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും ഇതുവരെ തങ്ങൾ നയിച്ചിരുന്ന വീടുകളിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പലപ്പോഴും അവര് അത് ഏകനായി പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു. ആ ഗ്രാമസഭകൾ വന്ന നിർദ്ദേശങ്ങളെ മുഴുവൻ പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു. അവർക്ക് വിവിധ ഉപകരണങ്ങൾ, ഹിയറിംഗ് എയ്ഡ് പോലുള്ള, വോക്കർ പോലുള്ള ഉപകരണങ്ങൾ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ക്യാമ്പ് വെച്ച് അത് നൽകി. ഒരു വയോജനോത്സവം എന്നുള്ള രീതിയിൽ ഒരു പൂർണ്ണ ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തു. വാർഡുകളിൽ നമ്മൾ വയോജന കമ്മിറ്റികൾ രൂപീകരിച്ചു, അതിന്റെ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. അതുവഴിയൊക്കെ തന്നെ ആളുകളെ കണ്ടെത്താനും അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരു വളരെ സൗഹൃദത്തിലുള്ള ഒരു ആള് നമുക്ക് 8.5 സെന്റ് സ്ഥലം സൗജന്യമായി തന്നു. അതിൽ നമ്മളിപ്പോ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA-യുടെ 30 ലക്ഷം രൂപ കൂടി അതിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു കേന്ദ്രം പണിത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കുക. മെഡിക്കൽ ക്യാമ്പുകൾ, വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ പാലിയേറ്റീവ് രോഗികളായിട്ട് വിവിധ ടൂറുകള്, അവർക്കായിട്ടുള്ള ക്യാമ്പുകള്, സൗഹൃദ കൂട്ടായ്മകളൊക്കെ തന്നെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഈ വേലൂർ ഗ്രാമപഞ്ചായത്ത് കൂടുതലായും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ കാർഷിക മേഖലയിൽ ഈ കർഷകർക്കായിട്ടുള്ള സബ്സിഡികൾ അടക്കം തന്നെ ഏത് രീതിയിലാണ് നടത്തി വരുന്നത്? ഈ ഒരു പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക? നമ്മുടെ പഞ്ചായത്ത് ഒരു ഇടത്തരം ഒരു ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. വരുമാനവും അത്തരം രീതിയിൽ തന്നെയാണ്. കാർഷിക വരുമാനമാണ് നമുക്ക് പലപ്പോഴും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കർഷകർക്ക് നെൽകൃഷി വ്യാപനത്തിന് വേണ്ടി തരിശ് രഹിത പഞ്ചായത്ത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. തരിശ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കാനും അത് കൂട്ടങ്ങളെ, പാടശേഖരങ്ങളെ കൂടുതൽ സംസാരിച്ചുകൊണ്ട് കൃഷിയെ ഒരുക്കുന്നതിനും അവർക്ക് സൗജന്യമായി വിത്ത് നൽകല്, കൂലിച്ചെലവ് നൽകല്, അതുപോലെ തന്നെ അത്തരം പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തു. വെള്ളമില്ലാത്ത, ജലസേചന സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ മോട്ടോർ പമ്പ് സെറ്റുകളും കണക്ഷന് നൽകിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ നമുക്ക് തൊഴിലുറപ്പിന്റെ വിവിധ പദ്ധതികളെ നമ്മളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വെള്ളം ഒഴുകുന്നതിനുള്ള സൗകര്യങ്ങള്, മൺതിട്ടങ്ങള് രൂപപ്പെടുത്തല്, ഇടക്കെട്ടുകള്, മൺചാക്കുകൾ വെച്ചുകൊണ്ടുള്ള തടയണകൾ നിർമ്മിക്കല്, അങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് ജലസേചന സൗകര്യം നൽകി. ഇപ്പോ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കിടായി ഡാം എന്നുള്ള പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50% അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് തന്നെ അതിന്റെ പദ്ധതി പൂർത്തീകരിക്കാവുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 120ഓളം ഒരു കൃഷി രീതിയും കൂടി ഇതിനിടയ്ക്ക് നമ്മളുടെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. ഈ കുറുന്തോട്ടി കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ കുറുന്തോട്ടി കൃഷിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്, എന്താണ് ഈ ഒരു പദ്ധതിയിലേക്ക് എത്താനുള്ള ഒരു കാരണം? നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്തരം പദ്ധതികളെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുകയും നമ്മൾ കുറുന്തോട്ടി കൃഷിക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് അവിടെ കുറുന്തോട്ടി കൃഷി, പറമ്പുകളിൽ കുറുന്തോട്ടി കൃഷി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റത്തൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തൈകൾ കൊണ്ടുവരികയും അത് വളർന്നു കഴിഞ്ഞാൽ തിരിച്ച് അവർ തന്നെ കൊണ്ടുപോകുന്ന സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ ആ പദ്ധതികളെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ കൃഷിയിടങ്ങളിലേക്ക് വേണ്ടുന്ന ജലസേചനങ്ങളെല്ലാം തന്നെ അവിടെ സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ വലിയൊരു വേനലിൽ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ ശുദ്ധജലമടക്കം കിട്ടുന്ന ലഭ്യത എത്രത്തോളമുണ്ട്? നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിലൂടെയാണ് വടക്കാഞ്ചേരി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും അതിന്റെ തടയണകളുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള കിണറുകളിൽ റീചാർജിങ് നടക്കുകയും കുടിവെള്ളം പദ്ധതികൾ അതിനോടനുബന്ധമായിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് വാഴാനി ഇറിഗേഷന്റെ കനാല് നമ്മുടെ മറ്റൊരു പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അതുവഴിയും നമുക്ക് കനാൽ വെള്ളം വരുന്നതോടുകൂടി കൃഷിക്കും ഒപ്പം തന്നെ കുടിവെള്ളത്തിനും അത് ഉപകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നഗരസഞ്ചയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 65 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കിടായി ഈ ഡാമിനോട് ചേർന്ന് തന്നെ ഒരു വലിയ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രാദേശികമായ നിരവധി കുടിവെള്ള പദ്ധതികളിലൂടെ നമ്മൾ ഗാർഹിക കണക്ഷൻ നൽകിക്കൊണ്ടാണ് കുടിവെള്ളം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഏറ്റവും വേനൽക്കാലങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്രോതസ്സുകളുടെ വെള്ളം ലഭ്യതക്കുറവ് വരുമ്പോൾ നമ്മൾ വണ്ടികളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാറുണ്ട്. പരമാവധി നമ്മൾ ഇത്തരം പദ്ധതികളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ കൃഷിയിൽ വലിയ രീതിയിൽ മുന്നേറ്റം വഹിക്കുന്നു. തരിശുരഹിത പഞ്ചായത്ത് എന്ന നേട്ടം കൈവരിക്കുന്നു. ഇത്തരത്തിൽ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള ഈ വന്യജീവി പ്രശ്നങ്ങളടക്കം തന്നെ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ഇതിനെ മറികടക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്? നമ്മൾ ഈ സമയത്ത് കർഷകർക്ക് ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം. മറ്റൊന്ന് മുള്ളൻ പന്നികള്, മയിലുകള്, കുരങ്ങന്മാര്, കുറുക്കന്മാര്, ഇങ്ങനെയുള്ള ഒട്ടേറെ മൃഗങ്ങളെ ഇവരെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇത്ര പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നില്ല. ഇപ്പൊ കർഷകര് അത് വലിയ ബുദ്ധിമുട്ടും പ്രയാസമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ സൗരോർജ വേലി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് അടുത്ത വർഷത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അത്തരം പദ്ധതികളിലൂടെ ഇത്തരത്തിലുള്ള കാട്ടു മൃഗങ്ങളുടെ ആക്രമണം കാർഷിക മേഖലയിലേക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. മാത്രമല്ല കാട്ടിൽ ഇവർക്ക് വേണ്ട വെള്ളത്തിനും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കായ്കനികളും ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പരമാവധി മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. തീർച്ചയായിട്ടും വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ സംരക്ഷിക്കപ്പെടാനുള്ള പദ്ധതികളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ, പുരസ്കാരങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്ത് കൈവരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാവിയിലേക്കുള്ള പദ്ധതികൾ നമ്മുടെ ശ്മശാനം നമ്മുടെ പഞ്ചായത്തിലില്ല. അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള ഒരു ശ്മശാനം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോസ്റ്റ് ബോർഡാണ് അതിന്റെ നിർവഹണ ഏജൻസി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം 65 ലക്ഷം രൂപ വെച്ചാണ് ആ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം വളരെ ചെറിയ പരിമിതികളുള്ള ഒരു കെട്ടിടമായിരുന്നു. ഇപ്പോൾ ആധുനിക നിലവാരത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയം മുഴുവൻ ഓഫീസുകളെയും അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലേക്ക് നമ്മളൊരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോളനികളിൽ എന്നിപ്പോ പറയുന്ന സങ്കേതങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള അവർക്ക് ആ മേഖലയിലുള്ള ആളുകൾക്കുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ അംബേദ്കർ പദ്ധതി നമ്മൾ 1 കോടി രൂപയുടെ നമ്മളൊരു സ്ഥലത്ത് ഒരു സങ്കേതത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്കുള്ള പ്രത്യേക കുടിവെള്ള പദ്ധതികളും ഒക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിനിമാസ് ലൈറ്റുകൾ, കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള റീചാർജിങ് പോലുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികളാണ് നമ്മൾ ഈ വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന് വയോജന കേന്ദ്രവും ഭിന്നശേഷി സൗഹൃദവുമായ ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊന്നുള്ളത് നമുക്ക് ഉള്ളത് നമ്മുടെ ഹരിതകർമ്മസേനയും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് 2 ടൺ മാലിന്യം ഉള്ളത് ഇന്നിപ്പോ ഒരു 12 ടൺ മാലിന്യത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറി. നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു ഏകദേശം 45 ലക്ഷം രൂപ വെച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നു. ആ മേഖലയ്ക്ക് ഏകദേശം 1 കോടി 12 ലക്ഷം രൂപ വെച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. MCFുകളും മിനി MCFുകളും അതുപോലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഓട്ടോ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതികളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ നഗരങ്ങളെ ക്ലീൻ ആക്കുന്നതിനുള്ള ശുചീകരണ തൊഴിലാളികളെ വെച്ചുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് കൂടുതലും പ്രധാനമായിട്ട് ഇനി ഉള്ളത് നമ്മൾ പട്ടയ പ്രശ്നങ്ങളാണ്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടയങ്ങൾ ലഭ്യമാകാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു കാര്യമാണ് നമുക്കുള്ളത്. മറ്റൊന്നുള്ളത് നമ്മുടെ ഭൂഗർഭജലം വളരെയധികം അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിലനിർത്തുന്നതിന് വേണ്ടി, നല്ല രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കിണർ റീചാർജിങ് പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ആ ഭൂഗർഭജലത്തെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ വലിയ തോതിൽ ഇതിന്റെ അടിയിലേക്ക് വെള്ളത്തിന്റെ നിരപ്പ്, ജലവിധാനം താഴേക്ക് പോകുന്നത് തടഞ്ഞു നിർത്തുന്നുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ ഡാം തടയണകള്, അതുപോലെ ചെക്ക് ഡാമുകള്, കിണർ റീചാർജിങ് പോലുള്ള പദ്ധതികളെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റേ ബയോബിൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം പദ്ധതികളിലൂടെ കുട്ടികളിലേക്ക് നമ്മുടെ പുതിയ ബോധവൽക്കരണം നൽകിക്കൊണ്ട് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പ്രദേശം മാറി നിൽക്കാൻ കഴിയില്ല, എല്ലാ പ്രദേശവും ഇതിന്റെ വ്യാപനമുണ്ട്. അപ്പൊ അതിനെതിരായ വലിയ ബോധവൽക്കരണവും എക്സൈസും അതുപോലെ തന്നെ പഞ്ചായത്തും വിവിധ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യവകുപ്പൊക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിനുവേണ്ട സംസ്ഥാനം ഇന്ന് നിർദ്ദേശങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നൽകുന്നു. വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ വിദ്യാർത്ഥികളടക്കം തന്നെ ഈ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെയെല്ലാമുള്ള ബോധവൽക്കരണ ക്ലാസുകളെല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും നടപ്പിലാക്കുന്നുണ്ട്. ഇതോടൊപ്പം തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാകട്ടെ, അത്തരത്തിൽ വിജയം കൈവരിക്കാനാകട്ടെ നമുക്ക് എന്ന് ആശംസിക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് നമ്മളോട് പ്രസിഡന്റ് ഷോബി പങ്കുവച്ചത്. നന്ദി ഷോബി. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ വരും വർഷവും അനുകൂലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.